Next we'll see control statements. So നമ്മൾ നേരത്തെ control statementsനെ types of statementsനെ പഠിച്ചായിരുന്നു. That is എന്താണ് പ്രോഗ്രാമിംഗിന്റെ സീക്വൻസിനെ ബ്രേക്ക് ചെയ്യാൻ നോർമൽ ഫ്ലോ ഓഫ് കൺട്രോൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് control statements. So now let us see more in detail. The order in which statements are written in a program is the order in which the statements are executed while running the program. ഒരു പ്രോഗ്രാമിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് കാണും. അത് ഏത് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. അത് എഴുതിയിരിക്കുന്ന ഓർഡറിലായിരിക്കും പ്രോഗ്രാമിംഗിലെ സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സിക്യൂഷൻ. സോ order of execution is the order in which statement is written. So statements എഴുതിയിരിക്കുന്ന അതേ ഓർഡറിലായിരിക്കും സ്റ്റേറ്റ്മെന്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യുക. And the sequential execution of program statements is known as normal flow of control in a program. The sequential execution of program statement. Sequential execution of program statement is known as എന്ത് പറയും normal flow of control in a program. സോ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ഒരു പ്രോഗ്രാമിൽ ഏത് ഓർഡറിലാണോ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത് അതേ ഓർഡറിലായിരിക്കും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ദ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റിനെയാണ് നോർമൽ ഫ്ലോ ഓഫ് കൺട്രോൾ ഇൻ എ പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ടു ഓൾട്ടർ ദ നോർമൽ ഫ്ലോ ഓഫ് കൺട്രോൾ ഇൻ എ പ്രോഗ്രാം. സോ ഈ normal flow of control is altered by control statements. So control statements ആണ് ഈ normal flow of control നെ alter ചെയ്യുകയോ change ചെയ്യുകയോ ചെയ്യുന്നത്. Okay. So there are three main categories of control statements. The first is conditional statement, if and switch. First category conditional statements, if and switch. Second category of control statements is loop control statements. Loop control statements. So adile three types of loop varunu. Loop, for, while and do while. Loop control statements il മൂന്ന് type of loops ഉണ്ട്. While, for loop, while loop and do while loop. And the last set of control statements are jump statements. Like break, continue,
and go to. So ഇത്രയാണ് 3 categories of control statements. Now let us see the first set of control statement, that is if and switch. അതായത് ഇനി നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സും അത് ഉപയോഗിച്ചുള്ള പ്രോഗ്രാമിംഗുമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. സോ അതിൽ തന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിലെ ഫസ്റ്റ് സെറ്റ് ആണ് ദി ഇഫ് സ്റ്റേറ്റ്മെന്റ് ഓർ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്. If statement or simple if statement. The if statement or simple if statement. If statement or simple if statement. നമുക്ക് അതിന്റെ സിന്റാക്സ് നോക്കാം. If expression statement block 1, statement block 1, then statement 2, statement 3. ഇതാണ് സിമ്പിൾ ഇഫ് അല്ലെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ്. ഇഫ് എക്സ്പ്രഷൻ statement block 1, then statement 2, statement 3. So this is used when a set of statements are to be executed in a particular condition. ഒരു particular condition വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും set of statements execute ചെയ്യണമെന്നുണ്ടെങ്കിലാണ് സിമ്പിൾ ഇഫ് അല്ലെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ഈ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് ഇഫിന്റെ അകത്ത് ഇഫിന്റെ കൂടെ നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് എഴുതിയിട്ടില്ല, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കണ്ടീഷൻ. സോ അങ്ങനെ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഒറ്റ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ ഇഫിന്റെ അകത്ത് എഴുതും, ഇഫ് കഴിഞ്ഞിട്ടുള്ള ബ്രാക്കറ്റ്സിനകത്ത് എഴുതും. ഇഫ് ബ്രാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്താണോ അത് എഴുതും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഇതിനകത്തുള്ള എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എന്ന് പറയാൻ ഇതിന്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റോ ഒന്നിലധികം ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സോ വരാം. അതുകൊണ്ട് നമ്മൾ ഇഫിന്റെ അകത്ത് ബ്രാക്കറ്റ് ഇടും. ഇഫിന്റെ അകത്ത് ബ്രാക്കറ്റ് ഇടാതെ എഴുതുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇഫിന്റെ സ്റ്റേറ്റ്മെന്റ് ആവുള്ളൂ. സോ ഇഫിന്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളെങ്കിൽ ബ്രാക്കറ്റ്സ് വേണ്ട, ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് ആ ഇഫിനകത്ത് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ്സ് ഇട്ട് എഴുതണം. സോ ഈ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വാല്യൂറ്റ് ചെയ്യുവാണെങ്കിൽ ഇഫിന്റെ അകത്ത് വരുന്ന ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ സ്റ്റേറ്റ്മെന്റ് 3 എക്സിക്യൂട്ട് ചെയ്യും ആൻഡ് സോ ഓൺ. ഇഫ് സപ്പോസ് ദി എക്സ്പ്രഷൻ ഇസ് ഫാൾസ്, ഇഫിന്റെ അകത്തുള്ള എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യില്ല, പകരം നേരെ 2ഉം 3ഉം ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ബേസ് ചെയ്ത് എന്തെങ്കിലും ഓപ്പറേഷൻസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ കണ്ടീഷനെ ബേസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ വി യൂസ് ദി if statement or simple if statement. So if ന്റെ കൂടെ കിടക്കുന്ന എക്സ്പ്രഷൻ ട്രൂ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 ഇവാലുവേറ്റ് ചെയ്യും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് 2ഉം 3ഉം മാത്രം, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ആവില്ല, 2ഉം 3ഉം. അഥവാ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ആവും, അതിനുശേഷം 2ഉം 3ഉം എക്സിക്യൂട്ട് ആവും. If expression is false, statement 1 block 1 statement block 1 execute ആവില്ല, 2 3 execute ആവും. So this is how we do simple if statement. This is how we do simple if statement. Next, input a number and check if it is an even number.
program ആണ്. Input a number and check if it is an even number ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. So we are writing the program hash include iostream.h, then hash include cone io.h. ഇതെല്ലാം പ്രീപ്രോസസർ ഡയറക്റ്റീവ്സ് ആണ്. Then അടുത്തത് മെയിൻ ഫംഗ്ഷൻ എഴുതാം. void main curly brackets എഴുതി. You have to input a number and check if it is an even number. So നമ്പറിനെ നമുക്ക് n എന്നുള്ള വേരിയബിളിലേക്ക് കൊടുക്കാം. നമ്പർ ഇൻറ്റിജർ ആയിരിക്കും. So int ഡിക്ലെയർ ചെയ്യും. c in n കീബോർഡ് ഇൻപുട്ട് ആണ്. So c in n. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ. If a number is completely divisible by 2, it is an even number. If a number is completely divisible by 2, it is an even number. So completely divisible എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ the remainder is 0. If a number is completely divisible by 2, then if you divide that number by 2, the remainder will be 0. So നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? If n mod 2 എന്ന് പറഞ്ഞാൽ n നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള ഇൻറ്റിജർ, n നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ എത്രയാണ് നോക്കണം. സോ റിമൈൻഡർ എത്ര വരും? n mod 2 ചെക്ക് ചെയ്യാനാണ്. സോ ഡബിൾ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സിമ്പൽ. if n mod 2 equal to 0, അങ്ങനെയെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? cout n is an even number. So അത് ഈവൻ ആണെങ്കിൽ ഈവൻ എന്ന് പ്രിന്റ് ആവും. So this is how we write the program using simple if. Simple if നിങ്ങൾക്ക് വളരെ കുറച്ച് അങ്ങനെ വേറെ ഇഫിന്റെ അകത്ത് ഇഫ് എന്ന് പറഞ്ഞാൽ പല ഫോംസിൽ ഇഫ് ഉണ്ട്. ഇതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് സിമ്പിൾ ഇഫ്. ഒരൊറ്റ കണ്ടീഷനെ ബേസ് ചെയ്ത് അത് ട്രൂ ആണെങ്കിൽ എന്തെങ്കിലും സെറ്റ് ഓഫ് ഓപ്പറേഷൻസോ സ്റ്റെപ്സോ പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ഇഫ് യൂസ് ചെയ്യും. നെക്സ്റ്റ് ഇസ് if else statement. if else എന്ന് പറഞ്ഞാൽ it is used to implement a decision control instruction. എന്തിനാ യൂസ് ചെയ്യുന്നത്? to implement decision control instruction. അതായത് നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്തിട്ട് ആ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. അത് ഫോൾസ് ആണെങ്കിൽ വേറൊരു സെറ്റ് ഓഫ് എക്സ്പ്രഷൻ. അതാണ് അതിന്റെ ഉദ്ദേശം. ഡിസിഷൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. ഇഫ് എ കണ്ടീഷൻ ഇസ് ട്രൂ, പെർഫോം ദ ഫസ്റ്റ് സെറ്റ് ഓഫ് ഓപ്പറേഷൻ, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഫോൾസ്, പെർഫോം ദി അതർ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ്. സോ അങ്ങനെ ഒരു ഡിസിഷൻ കൺട്രോൾ ഇൻസ്ട്രക്ഷന് വേണ്ടിയാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് if expression statement 1 else statement 2. So if expression true ആണെങ്കിൽ statement 1 execute ആവും. statement 1 അല്ലെങ്കിൽ if ന്റെ അകത്ത് വരുന്ന block of statements execute ആവും. അതല്ല ആ എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിന്റെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആവും. അതാണ് ഇഫ് എൽസ്. നമുക്ക് ഈ പ്രോഗ്രാമിന്റെ വേറൊരു വേരിയേഷൻ നോക്കാം. ദാറ്റ് ഈസ്
input a number and check if it is odd or even. Odd ആണോ even ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് നമുക്കറിയാം if a number is completely divisible by 2 it is an even number, otherwise it is an odd number. So എങ്ങനെ വരും program? Hash include iostream.h, hash include conio.h, void main നമ്മുടെ നമ്പർ int n, then cin n, keyboard input. ഇനി if else ആണ് യൂസ് ചെയ്യേണ്ടത്, കാരണം നമ്മൾ രണ്ട് കണ്ടീഷൻ ഉണ്ട്, ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഇഫ് n mod 2 equal to 0, എന്നിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ cout n is an even number. ഇഫിന്റെ അടിയിൽ ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, ഈവൻ ആണെങ്കിൽ ഈവൻ ആണെന്ന് പ്രിന്റ് ചെയ്താൽ മതി. സോ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ്സ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോഴാണ് ബ്രാക്കറ്റ്സിന്റെ ആവശ്യം. എൽസ് ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്നെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും, അല്ലെങ്കിൽ നോൺ സീറോ റിമൈൻഡർ ആയിരിക്കും. n is an odd number. സോ ഇങ്ങനെയാണ് ഇഫ് എൽസ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഡിസിഷൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ, ഒരു ഡിസിഷൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ആണ് ഇഫ് എൽസിന് വരുന്നത്. അതായത് നമ്മളൊരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ്, അത് ഫാൾസ് ആണെങ്കിൽ സെക്കൻഡ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഓർ സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ നമ്മൾ ഇഫ് നോക്കി, ഇഫ് എൽസ് നോക്കി, ഇനി അടുത്ത വരുന്നത് ഇഫ് എൽസ് ഇഫ്. If else if, if else if, it is used when there are more than 2 conditions. ഇത് എപ്പോഴാണ് യൂസ് ചെയ്തത്? more than 2 conditions ഉള്ളപ്പോഴാണ് നമ്മൾ if else if യൂസ് ചെയ്യുന്നത്. സിന്റാക്സ് നോക്കാം. if expression statement 1, else if expression statement 2, else statement 3. So if else if എങ്ങനെയാണ്? It is used when there are more than 2 conditions. So ഇതില് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നെ നോക്കാം. അതായത് ഫസ്റ്റ് ഇഫിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്, അത് ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ ഇഫിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് വരും. പിന്നെയുള്ള കണ്ടീഷൻ എൽസ് ഇഫിനകത്ത് ചെക്ക് ചെയ്യും. എൽസ് ഇഫിനകത്ത് വരുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. പിന്നെയും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ വീണ്ടും എൽസ് ഇഫിനകത്ത് എഴുതണം. എന്നിട്ട് ലാസ്റ്റ് കണ്ടീഷൻ ആണ് ഈ എൽസിൽ വരുന്നത്. സോ ഓരോ കണ്ടീഷനും ചെക്ക് ചെയ്യും. ആദ്യം ഇഫിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ ഇഫിനകത്തുള്ള ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ആവും. അത് ഫാൾസ് ആണെങ്കിൽ എൽസ് ഇഫിലെ നോക്കും, അതും ഫാൾസ് ആണെങ്കിൽ അടുത്ത എൽസ് ഇഫ് നോക്കും. അങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്ത് ഒന്നിനും ശരിയായില്ല എന്നുണ്ടെങ്കിൽ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അഥവാ ഇഫിന്റെ ട്രൂ ആണെങ്കിൽ താഴോട്ടുള്ള എൽസ് ഇഫ് എൽസ് ഒന്നും ഇവാലുവേറ്റ് ചെയ്യേണ്ട അല്ലെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ദിസ് ഈസ് ഹൗ യു ഡു ഇഫ് എൽസ് ഇഫ്. So here the expressions are evaluated from top to bottom till an expression which evaluates to be true is found.
ഇവിടെ ഫ്രം ടോപ്പ് ടു ബോട്ടം ഓരോ എക്സ്പ്രഷനെയും ഇവാലുവേറ്റ് ചെയ്യും. എത്ര വരെ ഇവാലുവേറ്റ് ചെയ്യും? ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രൂ ആവുന്നത് വരെ ടോപ്പ് ടു ബോട്ടം അതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇഫ് എൽസ് ഇഫ് പിന്നെ എൽസ്, ആ ഓർഡറിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം ഓരോ എക്സ്പ്രഷൻസും എന്ത് ചെയ്യുന്നു? ഓരോ എക്സ്പ്രഷനകത്തും ഇവാലുവേറ്റ് ചെയ്ത് ട്രൂ ആവുന്ന എക്സ്പ്രഷൻ വരെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എപ്പോൾ ട്രൂ ആവുന്നോ താഴോട്ടുള്ള എക്സ്പ്രഷൻസ് ഒന്നും പിന്നെ ഇവാലുവേറ്റ് ചെയ്യില്ല. If none of the expression is true, then the final statement following final else will be executed. ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പ്രഷനും ട്രൂ ആകാതെ വരുവാണെങ്കിൽ ലാസ്റ്റ് ആ എൽസിന്റെ താഴെ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ അതിനെ എക്സിക്യൂട്ട് ചെയ്യും. സോ ഇഫ് എൽസ് ഇഫ് എന്ന് പറഞ്ഞാൽ രണ്ടിലധികം കണ്ടീഷൻസ് ഉള്ള സമയത്ത് യൂസ് ചെയ്യുന്നതാണ് ഇഫ് എൽസ് ഇഫ്. ഒരു പ്രോഗ്രാം എഴുതി നോക്കുക, അപ്പോൾ അത് ക്ലിയർ ആവും. ഇൻപുട്ട് ദി ഏജ് ഓഫ് എ പേഴ്സൺ input the age of a person and check to which category the person belongs to. And check to which category the person belongs to. Age in years, stage 0 to 2 ആണെങ്കിൽ infancy, then 3 to 8 early childhood, next 9 to 18 adolescence, then 19 to 45 early adulthood, then 46 to 65, 46 to 65 middle adulthood, +65 later adulthood. സോ ഇതിൽ നോക്കിക്കേ, നമ്മൾ ഏത് കാറ്റഗറിയിലാണ് ഏജ് അനുസരിച്ച് ഒരാൾ വരുന്നതെന്ന് നോക്കണം. സോ ഇതിൽ കണ്ടീഷൻസ് രണ്ടിലധികം ഉണ്ട്. സോ നൗ വി വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ് ദ പ്രോഗ്രാം. #include iostream.h #include conio.h, then void main. ഇനിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, കണ്ടീഷൻ ചെക്ക് ചെയ്യണം. സോ എന്താണ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്? ഏജ് ഏത് റേഞ്ചിൽ വരുന്നോ അതനുസരിച്ചാണ് നമ്മൾ ഏത് കാറ്റഗറി ആണെന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഏജ് വേണം ഇൻപുട്ട് ചെയ്യാൻ. ഏജ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിജർ ആയിട്ട് എടുക്കാം. സോ ഇന്റ് ഏജ് ഏജ് നമ്മൾ ഇൻപുട്ട് ചെയ്യും ഫസ്റ്റ്. അപ്പൊ ഏത് എന്തായാലും ഇൻഡിജർ ആയിട്ട് ഇൻപുട്ട് ചെയ്യുന്നു. ഫസ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ 0 തൊട്ട് 2 വരെ ആണെങ്കിൽ ഇൻഫൻസി,
0 തൊട്ട് 2 വരെ ഇൻഫൻസി, അതായത് ഏജ് 3ക്ക് താഴെയാണെങ്കിൽ ഇൻഫൻസി. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? ഇഫ് ഏജ് ലെസ് ദാൻ 3, see out infancy. So age less than 3 ആണെങ്കിൽ we can see out, നമുക്ക് പ്രിന്റ് ചെയ്യാം ഇൻഫൻസി ആണെന്ന്. ഇനി അടുത്തത് ഫ്രം 3 to 8. 3 to 8 എന്ന് പറഞ്ഞാൽ ഏജ് 2-നേക്കാളും കൂടുതലും ആയിരിക്കണം, പക്ഷെ 9-നേക്കാളും കുറവായിരിക്കണം. സോ അതെങ്ങനെ ചെക്ക് ചെയ്യും? ഇഫ് ഇവിടെ നമ്മൾ else if age greater than 2 and age less than 9, അതായത് ഏജ് 2-നേക്കാളും കൂടുതലായിരിക്കണം, പക്ഷെ 9-നേക്കാളും കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ see out early childhood. see out early childhood. അവിടെ എന്താണ് റേഞ്ച് പറയുന്നത്? ഏർലി ചൈൽഡ്ഹുഡിന്റെ റേഞ്ച് പറയുന്നത് ഫ്രം 3 to 8. സോ 3 മുതൽ 8 വരെ, അതായത് 2-നേക്കാളും കൂടുതലും 9-നേക്കാളും കുറവായിരിക്കണം. സോ ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 2 ആൻഡ് ഏജ് ലെസ് ദാൻ 9, see out early childhood. അടുത്ത 9 to 18, അതായത് 8-നേക്കാളും കൂടുതൽ 19-നേക്കാളും കുറവ്. സോ else if age greater than 8 and age less than 19, അങ്ങനെയാണെങ്കിൽ എന്താ? see out adolescence. അതായത് 8-നേക്കാളും കൂടുതലുമാണ് 19-നേക്കാളും കുറവുമാണ്. 8-നേക്കാളും കൂടുതലുമാണ് 19-നേക്കാളും കുറവുമാണ്. അങ്ങനെയെങ്കിൽ we have to say the person belongs to adolescence. So you say adolescence എന്ന് പ്രിന്റ് ചെയ്യണം. എങ്ങനെയായിരിക്കും? ഫ്രം 19 to 45, അതായത് 18-ന് മേലോട്ടും 46-ന് താഴോട്ടും. സോ else if age greater than 18 and age less than 46. ഇവിടെ 18-നേക്കാളും കൂടുതലും 46-നേക്കാളും കുറവും. അങ്ങനെയാണെങ്കിൽ എന്താണ്? see out early adulthood. അടുത്തത് 46 to 65, that is else if age greater than 45 and less than 66. ഇവിടെ 65 പ്ലസ് ആണ്, അതായത് 65-നേക്കാളും കൂടുതൽ. സോ ഇവിടെ 65 ഫുൾ വരാം, 66 തൊട്ടാണ് ഇവിടെ. സോ ഏജ് ഷുഡ് ബി, ഇവിടെ മിഡിൽ അഡൾട്ട്ഹുഡ് ആണെങ്കിൽ ഏജ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 45 ബട്ട് ലെസ് ദാൻ 66. സോ ഇഫ് ഏജ് ഈസ് greater than 45 and less than or equal to 65, അങ്ങനെയും കൊടുക്കാം. ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 65. നിങ്ങൾ ഒന്നെങ്കിൽ അടുത്തത് വെച്ചിട്ട് ലെസ് ദാൻ 66 എന്നോ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 65. അങ്ങനെയാണെങ്കിൽ see out middle adulthood. see out middle adulthood. else see out എന്താണ്? later adulthood. else see out later adulthood. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് പല രീതിയിൽ ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പറഞ്ഞു if age less than or equal to less than 3. ഈ ഏജ് ലെസ് ദാൻ 3 നമുക്ക് എങ്ങനെ എഴുതാം? ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നും എഴുതാം. ഏജ് ലെസ് ദാൻ 3 ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാം. പിന്നെ അടുത്തത് ഈ 3 to 8 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8, ഇങ്ങനെ എഴുതാം.
അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ വ്യത്യാസം കൊടുത്ത് പല രീതിയിലും എഴുതാം. നമ്മൾ സെക്കൻഡ് എങ്ങനെ എഴുതിയ 3 to 8 നമ്മൾ എങ്ങനെ എഴുതി? ഗ്രേറ്റർ ദാൻ 2 ലെസ് ദാൻ 9 എഴുതി. ഗ്രേറ്റർ ദാൻ 2 ലെസ് ദാൻ 9 എഴുതി. അതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 അങ്ങനെയും എഴുതാം. സോ നമ്മൾ ഒരു ഏജ് ഇൻപുട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഏജിനെ ഇന്റിജർ ആയിട്ട് ഇൻപുട്ട് ചെയ്യും ഫ്രം ദ കീബോർഡ്. സപ്പോസ് നമ്മൾ കൊടുക്കുന്ന ഏജ് 25 ആണെന്ന് ഇരിക്കട്ടെ. സോ ഫസ്റ്റ് എന്ത് ചെക്ക് ചെയ്യുന്നത്? ഇഫ് ഏജ് ലെസ് ദാൻ 3 ആണോ എന്ന് ചെക്ക് ചെയ്യും. നമ്മൾ ഇൻപുട്ട് ചെയ്തേക്കുന്ന വാല്യൂ എത്രയാ? വി ആർ ഇൻപുട്ടിങ് 25. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മൾ 25 ആയിട്ടാണ് ഇൻപുട്ട് ചെയ്യുന്നത്. സോ ആദ്യം ഏജ് ലെസ് ദാൻ 3 ആണോ നോക്കും. ആണോ? അല്ല, ഫോൾസ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. അടുത്തതിൽ വരും ഏജ് ഗ്രേറ്റർ ദാൻ 2 ആണോ? ആണ്. ആൻഡ് ഏജ് ലെസ് ദാൻ 9. ഏജ് ലെസ് ദാൻ 9 ആണോ? അല്ല. അപ്പൊ ആൻഡ് ആവുമ്പോൾ രണ്ട് കണ്ടീഷനും ട്രൂ ആയാലും അതിന്റെ അകത്തുള്ളത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. സോ ഏജ് ഗ്രേറ്റർ ദാൻ 2 ആണ്, പക്ഷേ ലെസ് ദാൻ 9 അല്ല. അത് രണ്ടും സാറ്റിസ്ഫൈ ആവാത്തതുകൊണ്ട് ആ കണ്ടീഷൻ ഫോൾസ് ആയി. പിന്നെ അടുത്തതിൽ വരും ഏജ് ഗ്രേറ്റർ ദാൻ 8 ആണോ? അതെ. ഏജ് ലെസ് ദാൻ 19 ആണോ? അല്ല. വീണ്ടും അത് ഫോൾസ് ആയി. ഇനി അടുത്ത കാറ്റഗറി വരുന്നു ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണോ? അതെ. ഏജ് ലെസ് ദാൻ 45 ആണോ? അതെ. സോ ആ കണ്ടീഷൻ ട്രൂ ആയി. അപ്പൊ എന്ത് പ്രിന്റ് ആവും? ഏർലി അഡൽട്ട്ഹുഡ് എന്ന് പ്രിന്റ് ആവും. ഇനി താഴോട്ടുള്ള ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ ദിസ് ഈസ് ഹൗ the program will be executed. ഇനി അടുത്ത if എന്ന് പറയുന്നത് nested if. nested if എന്ന് പറഞ്ഞാൽ it is if is a nested if is an if statement that is the object of either another if or else. If is an object of another if or another else. അതായത് നമ്മൾ ഈ എഴുതുന്ന ഇഫിന്റെയോ എൽസിന്റെയോ അകത്ത് ഇഫ് എൽസിനെ നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താൽ അത് ട്രൂ ആണെങ്കിൽ അതിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആകും. ഇഫ് സപ്പോസ് ഈ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് വീണ്ടും ഒരു ഇഫ് ആണെങ്കിൽ നമ്മൾ അതിനെ നെസ്റ്റഡ് ഇഫ് എന്ന് വിളിക്കും. ഒന്നുകൂടെ പറയാം. ഇപ്പൊ നമ്മള് ഇഫിനകത്ത് കുറെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രൂ ആകുമ്പോൾ അതിന്റെ അകത്തുള്ള ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആകും. ഇഫ് സപ്പോസ് ദ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇസ് അനദർ ഇഫ്, ഈ ഇഫിന്റെയോ എൽസിന്റെയോ അകത്ത് വരുന്ന ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വീണ്ടും ഒരു ഇഫ് ആണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് വിളിക്കുന്നത്. If an if statement is an object of either another if or an else, it is termed as nested if. അതായത് ഇഫിന്റെയോ എൽസിന്റെയോ അകത്ത് വരുന്ന ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എഗെയിൻ ഒരു ഇഫ് ആണെങ്കിൽ നമ്മൾ അതിനെ നെസ്റ്റഡ് ഇഫ് എന്ന് വിളിക്കും. അത് എപ്പോ വരുമെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രോഗ്രാമിങ്ങിന്റെ കണ്ടീഷനിങ്, അതായത് ഒരു കണ്ടീഷന്റെ അകത്ത് തന്നെ വേറൊരു കണ്ടീഷനും കൂടെ വരുവാണെങ്കിലാണ് ഈ നെസ്റ്റഡ് ഇഫ് വരുന്നത്. ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇനി വേറൊരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ അതനുസരിച്ച് വരും. അപ്പോഴാണ് ഈ നെസ്റ്റഡ് ഇഫ് വരുന്നത്.